ഗാസയിൽ വെടിനിർത്തലിന് കൊണ്ടുവന്ന പുതിയ കരാർ ഹമാസ് അംഗീകരിച്ചെന്ന് റിപ്പോർട്ട്. മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഒരു ഭേദഗതിയും ആവശ്യപ്പെടാതെയാണ് കരാർ ഹമാസ് സമ്മതിച്ചതെന്നാണ് വിവരം. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തലിന് ഹമാസ് സമ്മതം അറിയിച്ചത്. 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് ആദ്യഘട്ടം. തുടർന്ന് 2 ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനും മധ്യസ്ഥർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിച്ചത്. നിലവിലുള്ള 50ഓളം ബന്ദികളെ 2 ഘട്ടമായി മോചിപ്പിക്കും. സ്ഥിരമായ വെടിനിർത്തലിനെക്കുറിച്ചും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ചും ചർച്ചകൾ നടക്കും. എന്നാൽ വിഷയത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. തടവിലായിരിക്കെ മരിച്ച 18 ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങളും കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായാണ് വിവരം. കീഴടങ്ങുന്നതിനു പകരം ആയുധങ്ങൾ ഉപേക്ഷിക്കൽ, രാജ്യാന്തര മേൽനോട്ടത്തിൽ ആയുധങ്ങൾ സൂക്ഷിക്കൽ, UN മേൽനോട്ടത്തിൽ ഗാസയിൽ ഒരു അറബ് സേനയെ വിന്യസിക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഹമാസ് സമ്മതം അറിയിച്ചു. കഴിഞ്ഞ 22 മാസത്തിലേറെയായി മേഖലയിൽ തുടരുന്ന യുദ്ധത്തിന് വിരാമമായേക്കുമെന്നാണ് സൂചന. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.